ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനുവും മിത്രയും കൂടി ദേവിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, ആനന്ദേട്ടനും ദേവിയുടേതും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം എന്ന് പറയാം. അത് കേൾക്കുമ്പം ദേവി പറയും, ഏയ് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, നിങ്ങൾക്ക് തോന്നുന്നതാ എന്ന് പറയാം. അപ്പം മിത്ര പറയും, ഞങ്ങൾ കയറി വരുമ്പം ആനന്ദേട്ടൻ ഇടത്തെ തല്ലാൻ തുടങ്ങിയത് തന്നെ അല്ലേ എന്ന് ചോദിക്കുക. ഏയ് ഇല്ലെന്നേ, അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാ, ആനന്ദേട്ടൻ്റെ കൈ ഒഴിഞ്ഞ് കൊടുക്കാൻ എന്നോട് പറഞ്ഞതാ എന്ന് പറയാം. അപ്പം മീനു ദേവിയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഏടത്തിനെ ഞങ്ങൾ ഇന്നോ ഇന്നലെയോ കണ്ടു തുടങ്ങിയതല്ല, നമ്മൾ 3 പേരും ഒറ്റക്കെട്ടാണെന്നല്ലേ ഏടത്തി എപ്പോഴും പറയുക. അങ്ങനെയാണെങ്കിൽ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് തുറന്നു പറയണം, ഈ പ്രശ്നം ഞങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും എന്ന് പറയാം. അപ്പം ദേവി പെട്ടെന്ന് കരയാണ് കേട്ടോ. എന്താ ഏടത്തി, എന്താ പ്രശ്നം, എന്ത് കാര്യമാണെങ്കിലും തുറന്നു പറ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ദേവി പറയും, അത് കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് എൻ്റെ അശ്രദ്ധ കൊണ്ടാണെന്ന് ആനന്ദേട്ടൻ കരുതുന്നത്. അതിൻ്റെ ചെറിയ തെറ്റിദ്ധാരണകൾ മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. ഞാൻ എന്തുമാത്രം ശ്രദ്ധിച്ചതാണെന്ന് പറഞ്ഞിട്ടും ആനന്ദേട്ടന് മനസ്സിലാകുന്നില്ല. അല്ല, ആനന്ദേട്ടൻ്റെ തെറ്റല്ല, ആനന്ദേട്ടൻ എന്നോട് എപ്പോഴും പറയായിരുന്നു ശ്രദ്ധിക്കണമെന്ന്. എന്നിട്ടും ഞാൻ കാരണം തന്നെയാണ് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. ഞാൻ ഗർഭിണിയാണെന്ന ചിന്ത പോലും ഇല്ലാതെ ആ പ്രശ്നങ്ങൾക്കിടയിലേക്ക് കയറിയത് ഞാനല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മീനു പറയും, ഏടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ആനന്ദേട്ടന് സത്യാവസ്ഥകളൊന്നും അറിയില്ലല്ലോ, അലോകാണ് കാരണക്കാരനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഏടത്തിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ആനന്ദേട്ടൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞു കിടക്കുകയാണ്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ഏടത്തിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് ആനന്ദേട്ടനെ ബോധ്യപ്പെടുത്തണം, അത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഏടത്തി ഒന്നും ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് മീനു ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പം ഇത്രയും ചേർത്ത് പിടിക്കുക, മീനു എടുത്ത് മാത്രമല്ല ഞാനും കൂടെയുണ്ട്, നിങ്ങൾക്കിടയിലെ തെറ്റിദ്ധാരണകളൊക്കെ നമുക്ക് നീക്കം ചെയ്യാം, പഴയ ആനന്ദേട്ടനെ ഏടത്തിക്കിന് തിരിച്ചു തന്നിട്ട് ഞങ്ങൾക്കൊക്കെ സമാധാനമുള്ളൂ എന്ന് ഇത്രയും വാക്ക് കൊടുക്കുക ദേവിക്ക്. തൻ്റെ അനിയത്തിമാരുടെ സ്നേഹം കാണുമ്പം 2 പേരും ചേർത്ത് പിടിച്ച് ദേവി കരയാണ് കേട്ടോ. അപ്പം മീനും ഇത്രയും കൂടി കെട്ടിപ്പിടിക്കും ദേവിയെ. എന്നിട്ട് പറയും, ഏടത്തി ഒന്നുകൊണ്ട് സങ്കടപ്പെടണ്ട, ആനന്ദേട്ടൻ്റെ മനസ്സിലെ തെറ്റിദ്ധാരണകളൊക്കെ മാറും കേട്ടോ, അതുവരെ എടുത്ത് കാത്തിരിക്കണം, ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ ഉണ്ട് എന്ന് വീണ്ടും ഉറപ്പ് കൊടുക്കുകയാണേ. ഇതേ സമയം നമ്മുടെ ആനന്ദ് പതിവ് പോലെ ഇന്നും ദേവിയുടെ കൂടെ റൂമിൽ കിടക്കാനൊന്നും കൂട്ടാക്കുന്നില്ല. അപ്പം പുറത്തു പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ സമയമായിട്ടും നമ്മുടെ ആനന്ദിനെ കാണാത്തത് കൊണ്ട് തന്നെ ദേവി അവിടെ എല്ലാം തപ്പുക. എന്നിട്ട് പതിവ് പോലെ ടെറസിൽ പോയി നോക്കുമ്പോൾ ആനന്ദ് അവിടെ കിടക്കുന്ന കാണുകയാണ്. അത് കാണുമ്പോൾ ദേവിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാവുക. ആനന്ദേട്ടൻ മനഃപൂർവ്വം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയാണ് റൂമിൽ പോലും വരാത്തത്, തന്നെ അത്രയധികം വെറുത്തു പോയിരിക്കുന്നു, ഇനി ആനന്ദേട്ടൻ ഒരിക്കലും എന്നെ സ്നേഹിക്കില്ല എന്നൊക്കെ ഓർത്ത് നെഞ്ചുരുകി ദേവി കരയാണ് കേട്ടോ. എന്നിട്ട് ആനന്ദിനെ വിളിക്കുപോലും ചെയ്യാതെ റൂമിലേക്ക് വിളിച്ചാൽ കൂടുതൽ ദേഷ്യപ്പെടുകയല്ലേ ഉള്ളൂ. അപ്പം ദേവി അങ്ങനെ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോകുന്നത് ബാലൻ്റെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം ബാലൻ ആനന്ദ് കിടക്കുന്നിടത്ത് പോയി നോക്കുകയാണ്. അപ്പം അവിടെ വിരിച്ച് കിടന്നുറങ്ങുന്ന ആനന്ദിനെ കാണുമ്പം ബാലൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി പോവാണ്. ഇപ്പം ദേവിയെ ആനന്ദ് വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും ദേവിക്കും ആനന്ദിനും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നും ഒക്കെ ബാലനും ബോധ്യപ്പെടുക. പക്ഷേ ആനന്ദിൻ്റെ മാനസികാവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നും ചോദ്യം ചെയ്യാനൊന്നും ബാലൻ മുതിരുന്നില്ല കേട്ടോ. അവിടുന്ന് ബാലൻ അങ്ങോട്ട് മാറിപ്പോവാണ്. എന്നിട്ട് ആകെ വിഷമിച്ച് റൂമിൽ പോയി ഇങ്ങനെ ചിന്തിച്ചിരിക്കുക. അപ്പം നമ്മുടെ ഗോമതി ചോദിക്കും, എന്താ ബാലേട്ടാ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്, അല്ല ആനന്ദിനെ കാണാൻ പോയിരുന്നോ ബാലേട്ടൻ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, അവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല ഗോമതി, അവൻ്റെ മനസ്സ് ആകെ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്, അതിൻ്റെ ചില പ്രശ്നങ്ങളാണ് അവനിപ്പോൾ ഉള്ളത്, അത് നമ്മൾ എത്രയും വേഗം മാറ്റിയെടുക്കണം. അപ്പോൾ ഗോമതി പറയും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ബാലേട്ടാ, അവൻ അത്രയേറെ ആ കുഞ്ഞിനെ ആഗ്രഹിച്ചു പോയതാ, ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് അവൻ ഇതുവരെയും ഉൾക്കൊള്ളാൻ പോലും സാധിച്ചിട്ടില്ല, അതുകൊണ്ടാ മുന്നും പിന്നും ചിന്തിക്കാതെ ഓരോന്നൊക്കെ പറയുന്നത് എന്ന് പറയണം. അതൊക്കെ എനിക്കറിയാം, അവൻ്റെ മനസ്സ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഒരിക്കലും ആനന്ദിനെ ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിച്ചുകൂടാ, അതിന് ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയാം. അപ്പോൾ ഗോമതി ചോദിക്കും, എന്താ ബാലേട്ട, എന്താ കാര്യം, എന്താ ബാലേട്ടന് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ടോ, ആനന്ദിൻ്റെ മനസ്സ് മാറാനായിട്ട് അവൻ ഇപ്പോൾ ഇവിടുന്നൊരു മാറ്റം വളരെ അത്യാവശ്യമാണ് എന്ന് ബാലൻ പറയാം. ഇവിടുന്നൊരു മാറ്റമോ, അവനെ എങ്ങോട്ട് പറഞ്ഞയക്കാൻ പോവാ ബാലേട്ടൻ എന്ന് അപ്പോൾ ഗോമതി ചോദിക്കും. എങ്ങോട്ടും പറഞ്ഞയക്കാനല്ല, അവനോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോയി അവൻ്റെ മനസ്സൊന്ന് റിലാക്സ് ആക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വരാം എന്ന് പറയാം. ഞങ്ങളോ, അപ്പോൾ എല്ലാവരും കൂടി അല്ലേ പോകുന്നേ എന്ന് ഗോമതി ചോദിക്കുകയാണ്.
അക്കാര്യങ്ങളൊക്കെ നാളെ എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നതാ എന്ന് ഗോമതിയോട് പറയണേ കേട്ടോ. ബാലൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മുടെ ഗോമതി കുത്തി ചോദിക്കുന്നില്ല. ഇത് സമയം പിറ്റേ ദിവസം ഉദയഭാനുവാണെങ്കിൽ ഒരു ചായയൊക്കെ കുടിക്കാനായിട്ട് ഒരു ചായക്കട പോയിരിക്കുകയാണ്. അപ്പൊ കടക്കാരൊക്കെ ഉദയഭാനുവിനെ കണ്ടിട്ട് കാശൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പലർക്കും കാശ് കൊടുക്കാനുണ്ടല്ലോ. അപ്പൊ ഇത്രയും നാളായിട്ടും കാശ് തരാത്തത് എന്താ എന്നും പറഞ്ഞ് ആ ചായക്കടക്കാരന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഉദയഭാനു ഇങ്ങനെ ചിന്തിക്കുക, ഓ ഞാൻ എവിടെ പോയി നിന്നാലും പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ ഉദയഭാനുവിന്റെ മനസ്സിൽ ഇപ്പൊ അതൊന്നുമല്ല. ദേവിയുടെ ജീവിതം എന്താകും എന്നുള്ള ചിന്ത മാത്രമാണ്. ആനന്ദ് പറഞ്ഞ പോലെ ദേവി മോളെ ഉപേക്ഷിക്കുവോ, അങ്ങനെ ഉപേക്ഷിച്ചാൽ ദേവിനെ ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഉദയഭാനു ഇങ്ങനെ ചിന്തിച്ചിരിക്കുവാണ്. ഇല്ല, ഒരിക്കലും ദേവിയെ ഉപേക്ഷിക്കാൻ സമ്മതിക്കില്ല. ഞാൻ ദേവമംഗലത്തൊന്നു പോയി ബാലനോട് ഇക്കാര്യം സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാണ് കേട്ടോ ഉദയഭാനു. അവളുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാ ആനന്ദിനെ പോലെ ഒരാളെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിച്ചത്. അതുമാത്രമല്ല, ഇപ്പം എന്നെക്കാളും സ്ത്രീകളെക്കാളും ഒക്കെ അവൾ സ്നേഹിക്കുന്നത് ദേവമംഗലവും ആനന്ദിനെയുമാണ്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും എൻ്റെ മോള് അതിജീവിക്കില്ല. അവൾക്ക് പിന്നെ ജീവിക്കാൻ പോലും സാധിക്കില്ല. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആരുടെ കാല് പിടിച്ചിട്ടാണേലും ആനന്ദിൻ്റെയും ദേവിയുടെയും ജീവിതം പഴയപടിയാക്കി എടുക്കണം എന്നൊക്കെ ഉദയഭാനുവും ചിന്തിക്കുകയാണ് കേട്ടോ. ഇപ്പം ബാലനാണെങ്കിൽ രാവിലെ തന്നെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ തന്നെ പറയാണ്, നമുക്കെല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണ്. ആനന്ദിന് പ്രത്യേകിച്ച് ഈ വീട്ടിലിങ്ങനെ അടഞ്ഞുകൂടിയിരുന്ന് നമുക്ക് നമ്മുടെ ആനന്ദിനെ നഷ്ടപ്പെടും എന്ന് പറയാണ്. ആ സമയം ആനന്ദ് അവരുടെ കൂടെ ഇല്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആരും ചോദിക്കും, അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? ആനന്ദുമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം എന്ന് പറയാം. അപ്പോൾ ബാലൻ്റെ വായിൽ നിന്ന് ഇങ്ങനൊരു വാക്ക് കേൾക്കുന്ന ധർമ്മം ഞെട്ടി നിൽക്കുകയാണ്. അളിയൻ തന്നെയാണോ പറയുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആകാശം അന്തം വിട്ട് നോക്കി നിൽക്കുക. അച്ഛൻ എന്താ പറയുന്നത്? ആനന്ദേട്ടൻ ഇപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മുടെ കൂടെ വരുമോ എന്ന് ചോദിക്കുക. അവനോട് നമുക്ക് തൽക്കാലം കാര്യം പറയണ്ട, എങ്ങോട്ടേലും പോകുമെന്നും പറഞ്ഞ് അവനെ കൊണ്ട് പോകാം. എന്നിട്ട് അവന്റെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. ഈ രീതിയിൽ ആനന്ദ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ കുടുംബത്തെ മാത്രമല്ല അവരുടെ ജീവിതത്തെ കൂടി ബാധിക്കും. ദേവിമോളും ആനന്ദും തമ്മിൽ എന്തൊക്കെയോ അകൽച്ചകളുണ്ട്. അതും ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ്. ദേവിമോള് ഒരു പാവമാണ്. അവൾ ഒരുപാട് ഈ കുടുംബത്തിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്യുന്നുണ്ട്. ഇനിയും ഒരിക്കലും അവളെ വേദനിപ്പിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമുക്ക് ആനന്ദിനെ വീണ്ടെടുക്കണം. അതുമാത്രമല്ല അവൻ്റെ മനസ്സ് കൈവിട്ടു പോകാൻ പാടില്ല. ഇപ്പം തന്നെ എന്താ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നതെന്ന ഒരു ചിന്ത പോലും അവനില്ല. അപ്പം ഗോമതി പറയും, എൻ്റെ കുഞ്ഞ് അത്രയേറെ ആഗ്രഹിച്ചതാ ആ കുഞ്ഞിനെ അതിനെ നഷ്ടപ്പെട്ടത് അവൻ ഇതുപോലെ തളർത്തി കളഞ്ഞത് എന്ന് ഗോമതിയോട് പറയാം. അപ്പം പെട്ടെന്ന് അത് കേൾക്കുന്ന മീനുവും ഇത്രയും പറയും, എല്ലാവർക്കും സങ്കടം ഉണ്ടമ്മേ, പക്ഷേ ആനന്ദേട്ടൻ ഇതുപോലെ തുടർന്നു കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും. അതിനെല്ലാം ഉപരി ആനന്ദേട്ടനെ സ്വയം നഷ്ടപ്പെടും നമുക്കെല്ലാവർക്കും എന്ന് പറയാൻ കേട്ടോ. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് നല്ലൊരു കാര്യം തന്നെയാണ് എന്ന് മീനു പറയാം. ഈ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് മാറുമ്പോൾ തന്നെ ആനന്ദേട്ടന് മാറ്റം ഉണ്ടാകും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഗോമതിയും സമ്മതിക്കുക. അങ്ങനെ അവരെല്ലാവരും ആനന്ദിനെയും കൂട്ടി ഒരു ടൂറൊക്കെ പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പം മീനുവും ഇത്രയും കൂടി നമ്മുടെ ദേവിയെ പഴയ ദേവിയാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം ഇതൊക്കെ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്.